എല്ലാവർക്കും നമസ്കാരം. അല്ലയോ പാർത്ഥ, ഞാൻ കർത്തവ്യം നിർവഹിക്കാതിരുന്നാൽ ഈ ലോകങ്ങളെല്ലാം നാശമടയും. അനാവശ്യമായ ജനപ്പെരുപ്പത്തിന് ഞാൻ കാരണമായി തീരും. അങ്ങനെ ജീവജാലങ്ങൾക്കെല്ലാം സമാധാനം നഷ്ടപ്പെടുകയും ചെയ്യും. ഈ അവസ്ഥ തടയാൻ വിധം സംഘടിതരാകുന്ന ചിട്ട കൂടിയാണ് ആധ്യാത്മിക പുരോഗതി. ധാർമ്മിക നിയമങ്ങൾ പൊതുവെ വഴിപിഴച്ചു പോകുമ്പോൾ ജീവകോടികളുടെ ഉത്തരവാദിത്വം ഭഗവാനുണ്ട്. ഭഗവാൻ അവതരിച്ച് സമൂഹത്തിലെ തെറ്റ് തിരുത്തി കുറിക്കുന്നു. നമുക്ക് ഭഗവാന്റെ കാൽപ്പാടുകൾ പിന്തുടരാമെങ്കിലും അദ്ദേഹത്തെ അനുകരിക്കാനാവില്ലെന്ന് മനസ്സിലാക്കണം. ഭഗവാൻ ഗോവർദ്ധന പർവ്വതം ബാല്യകാലത്ത് ഉയർത്തിപ്പിടിച്ചതുപോലെ ചെയ്യുക എന്നത് ഒരു മനുഷ്യന് അസാധ്യമാണ്. ഭഗവാൻ കൃഷ്ണൻ വളരെ ചെറുപ്പമായിരുന്ന കാലത്ത് ഒരിക്കൽ നന്ദഗോപരും വ്രജവാസികളും ഇന്ദ്രന്റെ പൂജയ്ക്കായി തയ്യാറാകുന്നു. ആ സമയം അവരോട് ഇതെന്താണ് ചെയ്യുന്നതെന്ന് ഭഗവാൻ ചോദിച്ചു. ഇന്ദ്രപ്രീതിക്കായിട്ടാണ് എല്ലാ വർഷവും ഇങ്ങനെ ചെയ്യുന്നതെന്നും അതിനാൽ ആവശ്യമുള്ള മഴ ലഭിച്ച് പ്രപഞ്ചത്തിലെ ജനങ്ങളെ അനുഗ്രഹിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെന്നും ബാലനായ ശ്രീകൃഷ്ണനോട് നന്ദഗോപർ പറയുന്നു. എന്നാൽ അവർ കർഷകരാണെന്നും പ്രകൃതിയിലെ ഏതെങ്കിലും പ്രതിഭാസത്തിന് പൂജകൾ നടത്തുകയോ ഇതുപോലുള്ള യാഗങ്ങൾ നടത്തുകയോ ചെയ്യുന്നതിനു പകരം കൃഷിയിലും കന്നുകാലി സംരക്ഷണത്തിനും ശ്രദ്ധ കേന്ദ്രീകരിച്ച് അവരവരുടെ കർത്തവ്യം മാത്രമേ ചെയ്യാവൂ എന്നും കൃഷ്ണൻ വാദിച്ചു. ഒടുവിൽ ഭഗവാന്റെ വാക്കുകൾ കേട്ട് അവർ ഗോവർദ്ധന പർവ്വതത്തെ പൂജിച്ചു. ഇത് ദേവേന്ദ്രന് ഇഷ്ടപ്പെട്ടില്ല. കുപിതനായ ദേവേന്ദ്രൻ വൃന്ദാവന ഭൂമിയിൽ വെള്ളപ്പൊക്കമുണ്ടാക്കാൻ ഭയങ്കരമായ മഴമേഘങ്ങളെ അയച്ചു അവരെ ശിക്ഷിക്കാൻ തീരുമാനിച്ചു. ശക്തമായ മഴയും ഇടിമിന്നലും ഉണ്ടാക്കി ഭൂമിയെ വെള്ളത്തിനടിയിലാക്കിയപ്പോൾ വൃന്ദാവനത്തിലെ ജനങ്ങൾ ഭയചകിതരായി. അവരെ രക്ഷിക്കാനായി ഭഗവാൻ തന്റെ ഇടതു കൈകൊണ്ട് ഗോവർദ്ധന കുന്ന് മുഴുവൻ ഉയർത്തി ഒരു കുട പോലെ ഉയർത്തിപ്പിടിച്ചു. വൃന്ദാവനത്തിലെ എല്ലാ നിവാസികളെയും അവരുടെ പശുക്കളെയും മറ്റും ഈ കുടക്കീഴിൽ അഭയം കൊടുത്ത് ഇന്ദ്രന്റെ കോപത്തിൽ നിന്നും അവരെ രക്ഷിച്ചു. വിശപ്പോ ദാഹമോ ഇല്ലാതെ അവർ 7 ദിവസം കുന്നിൻ കീഴിൽ താമസിച്ചു. കൃഷ്ണന്റെ ചെറുവിരലിൽ പൂർണ്ണമായും സന്തുലിതമായി ഇരിക്കുന്ന ആ വലിയ ഗോവർദ്ധന പർവ്വതത്തെ കണ്ട് എല്ലാവരും അത്ഭുതപ്പെട്ടു. അങ്ങനെ ഇന്ദ്രന്റെ അഹങ്കാരവും ഭഗവാൻ തീർത്തു. ഒടുവിൽ ഭഗവാൻ കൃഷ്ണനോട് ഇന്ദ്രൻ മാപ്പപേക്ഷിച്ചു. അങ്ങനെ ഭഗവാൻ കൃഷ്ണൻ തന്റെ ചെറുവിരലിൽ ഗോവർദ്ധന പർവ്വതത്തെ പൂർണ്ണമായും ഉയർത്തി. ഗോ എന്നാൽ അറിവെന്നാണ് അർത്ഥമാക്കുന്നത്. അറിവ് ഒരു വലിയ പർവ്വതം പോലെ വളരെ വലുതാണ്. എന്നാൽ അറിവിൽ വിരിഞ്ഞ ഒരാൾക്ക് മാത്രമേ തന്റെ ചെറുവിരൽ മാത്രം ഉപയോഗിച്ച് വളരെ എളുപ്പത്തിലും അനായാസമായും ഒരു വലിയ പർവ്വതത്തെ പോലും ഉയർത്താൻ കഴിയൂ എന്ന് ഭഗവാൻ ഇവിടെ കാണിച്ചു തരുന്നു. ഭഗവാന്റെ ഉപദേശങ്ങൾ അനുസരിക്കുകയേ ഒരാൾ ചെയ്യേണ്ടതുള്ളൂ. നമുക്ക് നന്മയ്ക്ക് ഉപകരിക്കുന്ന ഉപദേശങ്ങൾ ബുദ്ധിയുള്ളവർ അതേപടി അനുസരിക്കും. സൂര്യചന്ദ്രന്മാരുടെ ചലനങ്ങൾ പോലും നിയന്ത്രിക്കാൻ കഴിയുന്ന ഈശ്വരന്റെ സ്ഥിതി നമ്മുടേതിനേക്കാൾ എത്രയോ ഉന്നതമാണ്. അറിവില്ലാത്തവർ ഫലം കാംക്ഷി മൂലം കർത്തവ്യങ്ങൾ നിറവേറ്റുന്നത് പോലെ വിദ്വാൻമാരും ജനങ്ങളെ നല്ല വഴിക്ക് നയിക്കാൻ വേണ്ടി മാത്രം പ്രവർത്തിക്കണം. പക്ഷേ അവർ ഫലത്തിൽ ആസക്തരാകാനും പാടില്ല. മലയാള പരിഭാഷ. ആചരിക്കേണ്ടതാം കർമ്മങ്ങളിന്നു ഞാൻ ചെയ്യാതിരിക്കലേ മർത്യൻ ദുഷിച്ചിട്ടു ആയതാം സങ്കരവർഗങ്ങൾ തന്നെ ഹേതുവായിട്ടിന്നു ലോകം നശിച്ചിടും. മൂഢരാ മർത്യർ ആസക്തരായിട്ട് ഇന്നരുതാത്ത കർമ്മങ്ങൾ ആചരിച്ചിടുന്നു. കൃഷ്ണാവബോധമുണ്ടായിട്ടും മർത്യർ അനാസക്തരായിട്ട് കർമ്മവും ചെയ്തിടും. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം സദാ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.